ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൈ റേഞ്ച് ഡയറീസിലേക്ക് സ്വാഗതം. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? ഇവിടെയൊക്കെ ഇപ്പോൾ രാവിലെ തന്നെ മഴ തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ഈ നല്ല തണുപ്പൊക്കെ അല്ലേ, കിടന്നുറങ്ങാനൊക്കെ നല്ല സുഖമാണ്. രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്ക് തണുപ്പൊക്കെ ആയതുകൊണ്ട് നിങ്ങളുടെ അവിടെയൊക്കെ മഴയൊക്കെ കാണുമല്ലോ അല്ലേ? മഴയൊക്കെ ആണല്ലോ അല്ലേ? 2 ദിവസമായിട്ട് ഇച്ചിരി തെളിച്ചം ഉണ്ടായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും തുടങ്ങി മഴ. പിന്നെ മഴക്കാലത്ത് പിന്നെ മഴയല്ലാതെ പിന്നെ എന്നാ അല്ലേ ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഉച്ചക്കത്തേക്കുള്ള കറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇതേപോലെ ചെറിയ നമുക്ക് വാഴയുടെ പിണ്ടി ഉണ്ടല്ലോ, അകത്തുള്ള ആ കാമ്പ്, ഉണ്ണിക്കാമ്പ് ഉണ്ണിപ്പിണ്ടി എന്നൊക്കെ പറയണം, അതെടുത്ത് ഞാൻ വളരെ ചെറുതായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു കുറച്ച് സബോളയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിതാ വൻപയർ ഞാൻ വേവിച്ച് വെച്ചിരിക്കുകയാണ്. തോരൻ വയ്ക്കാനായിട്ടാണ് കേട്ടോ. വൻപയർ വേവിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ഉപ്പും മുളകും ഇച്ചിരി മുളക് പൊടിയും കൂടെ ഇട്ട് ഞാൻ വൻപയർ വേവിച്ച് വെച്ചിരിക്കുക. അത് നമുക്ക് തുറന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കാം അത് വെന്തോന്നേ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാനത് കുറച്ചൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പയറൊക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട്. അതിൻ്റെ അകത്തേക്ക് ഞാനിതാ ഇതും കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇതും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുവാണ് കേട്ടോ. ഈ പിണ്ടി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ അകത്തേക്ക് ഞാൻ തോരൻ വയ്ക്കാനായിട്ടാണ് കേട്ടോ, ഈ പിണ്ടിയും വൻപയറും കൂടെ തോരൻ വയ്ക്കാനായിട്ടാണ്. പിന്നെ ഞാനത് ഇതിലേക്ക് അരിഞ്ഞിട്ടതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഞാൻ മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിരുന്നത്. കുറച്ച് തേങ്ങായും കൂടെ ചിരണ്ടി ഇതും കൂടെ കുറച്ചും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുക്കറിലാകുമ്പോഴത്തേക്കും ഇത് ഒതുക്കിയിടേണ്ടവർക്ക് ഒതുക്കിയിടാം. ഞാനിപ്പോൾ കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് ഞാൻ വെറുതെ തേങ്ങ അതിൻ്റെ മുകളിലേക്ക് എടുത്തിട്ടിട്ട് ഒന്നും കൂടെ ഞാനിതൊന്ന് ഇത് അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് ഒന്നും കൂടെ ഒന്ന് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതിന് ശേഷം നമുക്കിതൊന്ന് ഒലത്തിയാൽ മതിയേ. ഇതൊന്നും കൂടെ നമുക്കിതൊന്ന് വേവിച്ച് കൊടുക്കാം. വേവിക്കാനായിട്ട് ഞാൻ ഒന്നും കൂടെ വെക്കാം കേട്ടോ. പിന്നെ ഞാനിതാ ഇത് വെക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ പച്ചടി വെക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതേപോലെ കുറച്ച് ഒരു മാങ്ങ ഞാൻ എടുത്ത്, കുറച്ചല്ല കേട്ടോ, ഒരു മാങ്ങ എടുത്ത് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 6 കാന്താരി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കാന്താരിയൊക്കെ ഇവിടുത്തെയാണ് കേട്ടോ, അതുകൊണ്ടാണ്. പച്ചമുളകുള്ളവർക്ക് പച്ചമുളകും ചേർക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഒഴിക്കുകയോ അല്ലെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കുകയോ ചെയ്യാം കേട്ടോ. തേങ്ങ കുറവുള്ളവർക്ക് തേങ്ങ അരച്ച് ചേർക്കാം. പച്ചടി വെക്കാം. അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് ചട്ടി അടുപ്പ് വെച്ചിട്ട് നമുക്ക് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മാങ്ങാപ്പച്ചടിക്ക് വേണ്ടിയിട്ട് ഞാനിതാ തലപ്പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അരമുറി തേങ്ങയുടെ പാലാണ് കേട്ടോ. അതിൻ്റെ തലപ്പാൽ ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി 2ാം പാലും അത് കഴിഞ്ഞ് പിന്നെ പിഴിഞ്ഞിട്ടുള്ള വെള്ളമൊക്കെ നമുക്ക് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് അതെല്ലാം കൂടെ വേറെ വെച്ചിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി ചൂടായ ഉടനെ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി കേട്ടോ. അത്ര ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമുക്ക് അല്പം കടുകിട്ട് കൊടുക്കാം കേട്ടോ. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ചേർക്കേണ്ടതുണ്ട്. കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അതിലേക്ക് കുറച്ച് ഉണക്കമുളകും ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത്, കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തു. ഉള്ളിയും മുളകും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്തിടുവാണ്. 1-2 മുളക് എടുക്കാം കേട്ടോ. ഇങ്ങനെ പുളിയുള്ളതെല്ലാം നമുക്കിങ്ങനെ ചട്ടിയിൽ വെക്കുന്നതാണ് നല്ലത് കേട്ടോ. പുളിയുള്ള ഐറ്റംസ് എല്ലാം ഇതേപോലെ ചട്ടി വെക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് വാടി വരട്ടെ കേട്ടോ. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കണേ. കരിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ ഞാനിത് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഒരു സബോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞുണ്ടായിരുന്നു. പുളിയുള്ള മാങ്ങയല്ലേ, ഒത്തിരി പുളി വരാതിരിക്കാനായിട്ടാണ് പിന്നെ ഒരു സബോള എടുത്തിരിക്കുന്നത്. ഒരിടത്തരം വലിപ്പമുള്ള സബോളയാണ്. പിന്നെ നിങ്ങൾക്ക് പുളി ഒത്തിരി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് സബോളയുടെ അളവ് കുറയ്ക്കാം കേട്ടോ. ഞാനൊരു ചെറിയൊരു മൂവാണ്ട മാങ്ങയാണ് കേട്ടോ ആ മാങ്ങ എടുത്തിരിക്കുന്നത്. മാങ്ങയുടെ വലിപ്പമൊക്കെ അനുസരിച്ച് നിങ്ങൾ ഓരോന്നും കൂട്ടിയെടുക്കുക കേട്ടോ. മാങ്ങ ഒത്തിരി കറി വേണ്ടവർക്ക് ഒത്തിരി അതനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ കേട്ടോ. ഈ കിടക്കുന്ന എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടെ. ഇതൊക്കെ സബോളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ.
ഇതിലേക്ക് അല്പം ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഈ സവോളയൊക്കെ പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് എന്തോരം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. മാങ്ങ എന്തോരം ഉള്ള വലിപ്പമുള്ളതാണ് എടുത്തിരിക്കുന്നത്, ആ വലിപ്പത്തിനനുസരിച്ച് അതിൻ്റെ അനുസരിച്ച് നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ചെറിയൊരു 3 മാങ്ങയാണല്ലോ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെ വലിപ്പം കുറവാണല്ലോ. വലിയ മാങ്ങയൊക്കെ ആണെങ്കിൽ, പുളി കുറവുള്ള മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, വലിയ മാങ്ങയാണെങ്കിലും അതനുസരിച്ച് നമുക്ക് മാങ്ങയുടെ ഇതനുസരിച്ച് നമുക്ക് കറി എന്തോരം വേണോ അതനുസരിച്ച് നിങ്ങൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് ഒരുവിധം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മാങ്ങ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഇതൊക്കെ ഈ മാങ്ങാപ്പച്ചടിയൊക്കെ നമുക്ക് വളരെ എളുപ്പമെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ചിലർ എനിക്ക് കടുക് അരച്ച് ചേർക്കാറുണ്ട്. ഞാൻ കടുക് അരച്ച് ചേർക്കത്തില്ല, എനിക്കത് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാൻ കടുക് അരച്ച് ചേർക്കത്തില്ല. കടുകൊക്കെ അരച്ച് ചേർക്കേണ്ടവർക്ക് അതുപോലെ അരച്ച് ചേർത്ത് വയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ കടുക് എനിക്ക് ഒത്തിരി അരയ്ക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കടുക് അങ്ങനെ അരയ്ക്കാറില്ല കേട്ടോ. ഇത് നന്നായിട്ട് മാങ്ങ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇതിൻ്റെ അകത്ത് കിടന്ന് വളരെ എളുപ്പമെന്ന് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, പിടിയെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ ചോറിനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇത് കേട്ടോ. ചോറൊക്കെ ഉണ്ണാനും എന്തിനും നമുക്ക് പറ്റും. ഇത് വളരെ സിമ്പിളായിട്ട് എളുപ്പമൊന്നും ചെയ്യാൻ പറ്റും. പിടിയെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കറികളാണ് കേട്ടോ ഇതെല്ലാം. മാങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇത് 2ാം പാലും നമ്മൾ 3ാം പാലൊക്കെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്നാകട്ടെ കേട്ടോ. ആ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ മതിയോന്നൊന്ന് നോക്കണേ. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കറികളാണ് കേട്ടോ. വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്ക് ഇത് വെന്തോന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ പയറും പിണ്ടിയും കൂടി ഇട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വെന്തെങ്കിൽ അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉലർത്തിയെടുക്കാം. ഇതും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഇപ്പോഴത്തെ അടുപ്പയിലേക്ക് ഞാൻ വെച്ച് ഇതും കൂടി ഒന്ന് ഉലർത്തിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ എളുപ്പം എല്ലാ പണിയും നമുക്ക് വേഗം തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും. ഇപ്പോൾ ജോലിക്കൊക്കെ പോകേണ്ടവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പിള്ളേർക്ക് സ്കൂളിൽ പോകേണ്ടവർക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് എളുപ്പം തന്നെ വേഗം എല്ലാം ചെയ്ത് തീർക്കാനായിട്ട് നമുക്ക് ഇതേപോലെ 2 അടുപ്പുണ്ട്, 2ഓ 3ഓ അടുപ്പൊക്കെ ഉള്ളവരുണ്ടല്ലോ, വേഗം തന്നെ ഇതെല്ലാം നമുക്ക് ചെയ്ത് തീർക്കാം. അതിലേക്ക് ഞാനൊന്ന് തീ കത്തിച്ച് അടുപ്പിലേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്ന് നോക്കാം കേട്ടോ. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് ഇച്ചിരി ഇട്ട് കൊടുക്കണം. ഇതിന് ഇച്ചിരി ഉപ്പും കൂടെ എനിക്ക് വേണം കേട്ടോ. അത് തന്നെ ഇച്ചിരി ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ചീനച്ചട്ടിയിലേക്ക് ഞാൻ അല്പം കടുക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി ഞാൻ അതിലേക്ക് കടുക് പൊട്ടിക്കാനായിട്ട് ഞാൻ കുറച്ച് അരിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഏത് അരിയാണോ വെക്കുന്നത് ആ അരി, ചോറ് വയ്ക്കുന്ന അരി ഏതാണോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതും കൂടെ പൊട്ടുമ്പോഴത്തേക്കും ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതും കൂടെ നമ്മൾ ഇട്ട് പൊട്ടിച്ചെടുക്കുമ്പോഴത്തേക്കും, കടുക് പൊട്ടിയപ്പോഴത്തേക്കും ഇതും കൂടി ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഉള്ളി അരിഞ്ഞത്, മുളകും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കരിവേപ്പില ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടെ നമുക്കിതൊന്ന് അരിഞ്ഞും കൂടെ നമുക്ക് ഉള്ളി അരിഞ്ഞതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ അരി ചേർക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിന്. ഈ ഓലത്തൊക്കെ വെളുത്തുമ്പോഴത്തേക്കും നമ്മൾ ടേസ്റ്റ് കൂടാനായിട്ട് നമുക്ക് കടുകിൻ്റെ കൂടെ നമുക്ക് അരിയും കൂടെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം. ഇങ്ങനെ എണ്ണയിൽ മൂപ്പിച്ച് അതും കൂടെ എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റാണ് കേട്ടോ അതിന്. അപ്പം അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതിലൂടെ ഉള്ളിയും കൂടെ ഞാനൊന്ന് കടുക് വറുത്തിടാനായിട്ടുള്ളതാണല്ലോ, അതിന് വേണ്ടിയിട്ട് ഉള്ളിയും കൂടെ ചേർത്തു. അതിലേക്ക് ഇനി 2 മുളകും കൂടെ ഞാൻ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുവാണ്. ഉണക്കമുളക് 2 എണ്ണം കൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിവിടെ കിടന്നൊന്ന് മൂക്കട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് ഇതൊക്കെ വെന്ത് കഴിഞ്ഞു. നമുക്ക് തലപ്പാൽ ഒഴിച്ച് നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം. ഇത് തലപ്പാൽ ഒഴിച്ച് തിളയ്ക്കണ്ട കേട്ടോ. ഞാനിത് ഇങ്ങനെ പച്ചടി തലപ്പാൽ ഒഴിച്ച് ഇതൊന്ന് വാങ്ങി വെച്ചു. ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതായി തോരനും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. തിരിച്ചിങ്ങനെ ഇങ്ങോട്ട് ഇടേണ്ടവർക്ക് ഇങ്ങോട്ട് ഈ പാത്രത്തിലേക്ക് ഇടാം. ഞാൻ ആ പാത്രത്തിലേക്ക്, ഇപ്പോഴത്തെ ഇത് പൊട്ടിച്ച പാത്രത്തിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിന് തിരിച്ച് ഈ പാത്രത്തിലേക്ക് കോരി ഇട്ടിട്ട് എടുക്കുമോ അല്ലാതെ എങ്ങനെ എടുക്കുകയോ ചെയ്യാം കേട്ടോ. അതിന് ശേഷം ഇതും കൂടെ ഒന്ന് ഉലർത്തിയെടുക്കാം. ഇങ്ങനെ ഒന്ന് ഇളക്കി എടുക്കാം.
ഉണ്ടോ, 2 കറി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. കറിയും നമുക്ക് തയ്യാറായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കറികളല്ലേ. മാങ്ങാപ്പച്ചടിയും പയറും പിണ്ടിയും കൂടെ തോരൻ വെച്ചതും കൂടിയാണ് ഇന്ന് ഉച്ചക്കത്തേക്ക് എടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അച്ചാറുണ്ട്. പിന്നെ മീൻ വറുത്തത് ഇരിപ്പുണ്ട് 2 ദിവസം മുമ്പ് ഇന്നലെ വറുത്തതിൻ്റെ ഇരിപ്പുണ്ട് കേട്ടോ. അതെല്ലാം കൂടിയായിട്ടാണ് ഇന്ന് ഉച്ചക്കത്തെ കറി വയ്ക്കുന്നത് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതേപോലെ വളരെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. മാങ്ങാപ്പച്ചടിയും ഇത് പിണ്ടിയുണ്ട്, പിണ്ടി കിട്ടുമ്പോൾ പിണ്ടിയും പയറും കൂടെ തോരനും വെച്ച് നോക്കുക. ഇതിൻ്റെ കൂടെ വേറെ ഏത് കറിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ നിങ്ങളിതെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ളതാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് കേട്ടോ. താങ്ക് യു.